എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. 5th വീഡിയോ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ സർക്കിൾസിന്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ചില പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദി ഫിഗർ ബോത്ത് സ്ക്വയേഴ്സ് ആർ ഓഫ് സെയിം സൈസ്. രണ്ട് സ്ക്വയേഴ്സ് ഇവിടെ ഉണ്ട്, രണ്ടും ഒരേ സൈസുള്ള സ്ക്വയേഴ്സ് ആണ്. പ്രൂവ് ദാറ്റ് ദി ഗ്രീൻ ഏരിയാസ് ആർ ഈക്വൽ. അതായത് ഇതിലെ ഈ ഗ്രീൻ ഏരിയയും ഈ സ്ക്വയറിലെ ഈ സർക്കിൾ കഴിച്ചുള്ള ഗ്രീൻ ഏരിയയും അത് രണ്ടും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പൊ നോക്കുക, ഇവിടെ ഈ സെക്ടറിനെ, ഇതൊരു സർക്കിളിന്റെ നാലിലൊരു പാർട്ടാണ്. ഈ പാർട്ടിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവച്ചു. അടുത്ത കൊണ്ടുവയ്ക്കാം. ഈ പാർട്ട് ഇങ്ങോട്ട് കൊണ്ടുവച്ചു. വീണ്ടും അടുത്തത് ഈ പാർട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവച്ചു. വീണ്ടും ഈ പാർട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുക. അപ്പൊ എന്തോന്നു, കണ്ട ഈ 4 സെക്ടേഴ്സ് ചേരുന്ന സർക്കിളാണ് ഇത് ശരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് അതായത് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ പാർട്ട് തന്നെയാണ് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന പാർട്ട്. എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഏരിയ തന്നെയാണ് ഈ 4 സെക്ടേഴ്സിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ ഈ 4 സെക്ടേഴ്സ് ചേരുന്ന ഒരു സർക്കിളാണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് സ്മോൾ ആർന്ന് എടുക്കുക. ലെറ്റ് റേഡിയസ് ഓഫ് ദി ഏരിയാസ് ഓഫ് 4 സെക്ടേഴ്സ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് 4 സർക്കിൾ, ഏരിയ ഓഫ് 1 സർക്കിൾ. ഏരിയ ഓഫ് 4 സെക്ടേഴ്സ്, ഈ 4 സെക്ടേഴ്സ് ചേരുന്നത്, അല്ലെങ്കിൽ ഈ ക്വാഡ്രൻസ്, ഇതിന് സർക്കിളിന്റെ 1/4 ആണ് ഇത് ഓരോന്നും. ഈ 4 1/4 സർക്കിളും കൂടി ചേരുന്നത് ഈ സർക്കിളിന് ഈക്വൽ ആണ്. കാരണം രണ്ട് സ്ക്വയറും സെയിം സൈസാണ്, 12. അപ്പൊ ഇത് ആ സർക്കിളിന്റെ ഡയമീറ്റർ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ പാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ ഏരിയന്ന് ഈ 4 ക്വാഡ്രൻസ് ചേരുന്ന സർക്കിളിന്റെ ഏരിയ കുറച്ചാണ്. അപ്പൊ നോക്കാം. അപ്പൊ ലെറ്റ് റേഡിയസ് ഓഫ് ദി സെക്ടേഴ്സ് ബി ആർ. ഇത് ആർ എടുക്കാം, ഇതിന്റെ റേഡിയസും ആർ എടുക്കാം. അപ്പൊ 1 സൈഡ് ഓഫ് ദി സ്ക്വയർ 2r ആയേ. ഓക്കെ, ദെൻ ഏരിയ ഓഫ് ദി റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ 4 സെക്ടറും ചേരുന്ന സർക്കിളിന്റെ റേഡിയസ് അപ്പൊ എന്തായി, സ്മോൾ ആർ തന്നെയായി. ഓക്കെ, ഇനി ഏരിയ ഓഫ് ഗ്രീൻ പാർട്ട് ഓഫ് ദി ഫസ്റ്റ് ഫിഗർ. അപ്പൊ ഫസ്റ്റ് ഫിഗറിൽ ഈ ഗ്രീൻ പാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ വലിയ സർക്കിളിന്റെ ഏരിയ, ഈ വലിയ സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് ഈ സർക്കിളിന്റെ ഏരിയ കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ 2r ദി ഹോൾ സ്ക്വയർ ആണ് വലിയ സ്ക്വയറിന്റെ ഏരിയ. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1 സൈഡ് 2r ആണ്. അപ്പൊ 2r സ്ക്വയർ 2r ദി ഹോൾ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ദി സർക്കിൾ ഫോംഡ് ബൈ ദീസ് 4 സെക്ടേഴ്സ്, ദാറ്റ് ഈസ് πr സ്ക്വയർ. അപ്പോൾ 2r ദി ഹോൾ സ്ക്വയർ മൈനസ് πr സ്ക്വയർ ആണ് ഫസ്റ്റ് ഫിഗറിലെ ഏരിയ ഓഫ് ദി ഗ്രീൻ പാർട്ട്. അപ്പൊ സെക്കൻഡ് ഫിഗറിലോ ഈ സ്ക്വയറിന്റെ ഏരിയ ഈ സർക്കിൾ കുറയ്ക്കുന്നത് തന്നെയാണ്. അപ്പൊ അവിടെയും 2r ദി ഹോൾ സ്ക്വയർ ആണ്, അതായത് 2r ആണ് 1 സൈഡ് ഓഫ് ദി സ്ക്വയർ. അപ്പൊ 2r ദി ഹോൾ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദി സ്ക്വയർ. അതിൽ നിന്ന് ഈ സർക്കിളാ കുറയ്ക്കുന്ന സർക്കിളിന്റെ ഏരിയ πr സ്ക്വയർ തന്നെ, കാരണം സെയിം റേഡിയസ് ആണ്. ഈ സെക്ടറിന്റെ അതേ റേഡിയസ് ആണ് ഈ സർക്കിളിന്റെ റേഡിയസ്. അപ്പോ ഈ സ്ക്വയറിന്റെ ഏരിയ 2r ദി ഹോൾ സ്ക്വയർ നിന്ന് πr സ്ക്വയർ കുറയ്ക്കുന്നതാണ് ഇതിന്റെ ഗ്രീൻ ഷേപ്പ് പാർട്ടിന്റെ ഏരിയ. ഇവിടെ ഗ്രീൻ പാർട്ടിന്റെ ഏരിയ 2r ദി ഹോൾ സ്ക്വയർ ആയ ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് ഈ 4 സെക്ടറും കൂടി ചേരുന്ന സർക്കിളിന്റെ ഏരിയ ആയ πr സ്ക്വയർ കുറയ്ക്കുന്നതാണ്. അപ്പൊ രണ്ടും സെയിം ആയി. സോ ഗ്രീൻ പാർട്ട് ഇൻ ബോത്ത് ദി ഫിഗേഴ്സ് ഹാവ് ദി സെയിം ഏരിയ. രണ്ട് സ്ക്വയറിലും ഗ്രീൻ പാർട്ടിന്റെ ഏരിയ സെയിം ആയിട്ട് വരും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ഇങ്ങനെയാണ്. ഫ്രം ഈച്ച് കോർണർ ഓഫ് എ റെഗുലർ ഹെക്സഗൺ, ഒരു റെഗുലർ ഹെക്സഗൺ വന്നിട്ടുണ്ട്. ഓഫ് ഈച്ച് സൈഡ് 2 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ ആണ് ഓരോ സൈഡും. സെക്ടേഴ്സ് ആർ കട്ട് ഓഫ്. റെഗുലർ ഹെക്സഗണിന്റെ ഓരോ കോർണറും സെന്റർ ആയിട്ട് വരച്ചിരിക്കുന്ന സെക്ടേഴ്സ്, സർക്കിളിന്റെ പാർട്ടാണത്. അപ്പൊ അത്രയും പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റിമൈനിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന പാർട്ടിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു റെഗുലർ ഹെക്സഗണിൽ നിന്ന് അതിന്റെ 1 സൈഡിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ ഹാഫ് റേഡിയസ് ആയിട്ടുള്ള സർക്കിളിന്റെ പാർട്ട് എല്ലാ കോർണറിൽ നിന്ന് മുറിച്ചു മാറ്റി ബാക്കിയുള്ള ഈ യെല്ലോ പാർട്ടിന്റെ ഏരിയ എന്തെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗണിന്റെ ഓരോ ആംഗിളും നമുക്കറിയാം 120 ഡിഗ്രിയാണ്, അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 120 ഡിഗ്രി. അപ്പൊ ഈ 120ഉം ഈ 120 കൂടി ചേരുമ്പോൾ 360. അപ്പൊ 3 ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കിളാവും. ഇതും 3 ഒരുമിച്ച് വെച്ചാൽ ഒരു സർക്കിളാവും. നമുക്ക് നോക്കാം.
ഇതാ ഈ സെക്ടർ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വെച്ചു, ഈ സെക്ടർ. ഓക്കെ, അടുത്ത സെക്ടർ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നു. ഇതാ ഈ സെക്ടർ അവിടെ കൊണ്ടുവച്ചു. ഇനി അടുത്ത സെക്ടർ ഇതാ ഈ 3 സെക്ടറും കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അതൊരു സർക്കിളായി കണ്ട. അതുപോലെ അടുത്തത് നോക്കാം. ഇതാ ഈ 3 സെക്ടറും കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു സർക്കിളായി. ഈ സെക്ടർ ഇവിടെ വെച്ചു, അടുത്ത സെക്ടർ ഇവിടെ വെച്ചു, പിന്നെ ഈ സെക്ടർ ഇവിടെ വെച്ചു. അപ്പൊ ഈ 3 സെക്ടറും കൂടി, അപ്പോൾ അതായത് ഈ 6 സെക്ടേഴ്സ് സർക്കിളിന്റെ ഈ 6 പാർട്ടും കൂടി ചേരുമ്പോൾ 2 സർക്കിളായി. ആ സർക്കിളിന്റെ ഒക്കെ റേഡിയസ് എന്ന് പറയുന്നത് കണ്ടോ, ഇത് 2 സെന്റിമീറ്റർ. അപ്പൊ 2.5 1 സെന്റിമീറ്റർ ആണ് അതിന്റെ റേഡിയസ്. 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള 2 സർക്കിളാണ് ഈ സെക്ടേഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ റെഗുലർ ഹെക്സഗണിന്റെ ഏരിയയിൽ നിന്ന് ഈ 2 സർക്കിളിന്റെ ഏരിയ കുറയ്ക്കുന്നതായിരിക്കും ഏരിയ ഓഫ് ദി യെല്ലോ പാർട്ട്. അപ്പൊ നോക്കാം, ഏരിയ ഓഫ് 2 സർക്കിൾസ് എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് 2.5 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 പൈ ഇൻറ്റു 1 സ്ക്വയർ, ദാറ്റ് ഈസ് 2 പൈ ആണ് ഈ 2 സർക്കിളിന്റെ ഏരിയ. റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു √3a²/4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. √3a²/4 എന്ന് പറയുന്നത് ഈക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ ആണ്. 6 ഈക്വലാറ്റർ ട്രയാങ്കിൾ ചേരുന്നതാണ് റെഗുലർ ഹെക്സഗൺ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ 6 ഇൻറ്റു √3a²/4 ആണ് ഏത് ഏരിയ ഓഫ് ദിസ് റെഗുലർ ഹെക്സഗൺ. എത്രയാ? 2 സെന്റിമീറ്റർ. അപ്പൊ 6 ഇൻറ്റു √3 ഇൻറ്റു 2²/4. വൺ സൈഡ് 2 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4ഉം 4ഉം ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്നിട്ട് 6√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ. അപ്പൊ ഈ റെഗുലർ ഹെക്സഗണിൽ നിന്ന് ഈ 2 സർക്കിൾ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഏരിയ ഓഫ് ദി യെല്ലോ പാർട്ട്. അപ്പൊ ഏരിയ ഓഫ് ദി യെല്ലോ പാർട്ട് അല്ലെങ്കിൽ ഈ റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് ഹെക്സഗൺ മൈനസ് 2 സർക്കിൾ. ദാറ്റ് ഈ ഹെക്സഗൺ എന്ന് പറയുന്നത് 6√3, 2 സർക്കിൾസ് എന്ന് പറയുന്നത് 2 പൈ. അപ്പൊ 6√3 മൈനസ് 2 പൈ. √3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം 1.73. പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ 3.14. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക, നമുക്ക് 4.10 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. അപ്പൊ ഈ യെല്ലോ പാർട്ടിന്റെ ഏരിയ 4.10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലം ആണ്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരെണ്ണോടെ ചെയ്യാം. 7th പ്രോബ്ലം. Parts of circle are drawn within a square. Prove that the areas of blue region is half the area of the square. അതായത് ഈ ബ്ലൂ റീജിയൻ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഇത്രയും പാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ ഏരിയയുടെ ഹാഫ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ഞാനൊരു കാര്യം ചെയ്തു, ഈ സ്ക്വയറിനെ ഇങ്ങനെ 4 അങ്ങനെ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കിയേ 4 സ്ക്വയേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 സ്ക്വയേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്ക്വയറിൽ ഒരു 1/4 ഓഫ് എ സർക്കിൾ വരച്ചിട്ടുണ്ട്. 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 ഇനി നോക്കാം, ലെറ്റ് റേഡിയസ് ഓഫ് ദി ക്വാഡ്രന്റ്. ഈ സർക്കിളിന്റെ എല്ലാ റേഡിയസ് നോക്കി, ഇത് 6 എടുക്കുകയാണെന്നിരിക്കും. അപ്പൊ ഇത് 6 ആണ്, ഇത് 6 ആണ്, ഇത് 6 ആണ്. അപ്പോൾ ഈ എല്ലാ ക്വാഡ്രന്റും അതായത് 1/4 ഓഫ് എ സർക്കിളും റേഡിയസ് സെയിം ആണ്. കാരണം ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ നടുക്കൂടെ നമ്മൾ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ റേഡിയസ് 6 എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പാർട്ടിന്റെ ഏരിയയും ഈ 2 പാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത്, അതായത് ഈ സ്ക്വയറിൽ നിന്ന്, അതായത് സ്ക്വയറിന്റെ ഏരിയ r², ഈ r² നിന്ന് ഈ 1/4 ഓഫ് എ സർക്കിൾ, അതായത് πr²/4, ഇത് πr²/4 ആണ് ഇതിന്റെ ഏരിയ. ഇതും πr²/4. ഇതിന്റെ ഏരിയ വരുമ്പോ ഈ സർക്കിളിന്റെ ഈ സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് 1/4 ഓഫ് എ സർക്കിൾ πr²/4 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ r² മൈനസ് πr²/4, ഇത് r² മൈനസ് πr²/4. അതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ബ്ലൂ പാർട്ടിന്റെ ഏരിയ കിട്ടും. അപ്പൊ നോക്കിയേ, ഏരിയ ഓഫ് 1 ക്വാഡ്രന്റ് എന്ന് പറയുന്നത്, അതായത് ഈ വരച്ചിരിക്കുന്ന ഈ പാർട്ട് അല്ലെങ്കിൽ യെല്ലോ പാർട്ട് രണ്ടും സെയിം ആണ്. കാരണം അതിന്റെ രണ്ടിനും റേഡിയസ് സെയിം ആണ്, 90 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പോൾ πr²/4 ആണ് 1 ക്വാഡ്രന്റ്. ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് എ സർക്കിൾ. അപ്പോൾ 1/4 ഓഫ് എ സർക്കിൾ πr²/4. ഇനി ഏരിയ ഓഫ് 1 സ്മോൾ സ്ക്വയർ, ഒരു ചെറിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 6 ആണ്, 1 സൈഡ്. അപ്പോൾ r × r² ഈസ് ഏരിയ ഓഫ് 1 സ്മോൾ സ്ക്വയർ. ഇനി നോക്കിയേ, അപ്പൊ ഏരിയ ഓഫ് ബ്ലൂ റീജിയൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും നോക്കിയേ. ഈ ബ്ലൂ റീജിയന്റെ ഏരിയ πr²/4, 1 ക്വാഡ്രന്റ് ആണത്. ഈ റീജിയനും πr²/4, അതും ഒരു ക്വാഡ്രന്റ് ആണ്. പിന്നെ ഈ റീജിയൻ വരുമ്പോഴോ ഈ വലിയ ഈ ചെറിയ സ്ക്വയറിൽ നിന്ന് ഈ ക്വാഡ്രന്റ് കുറയ്ക്കണം. അപ്പോൾ r² മൈനസ് πr²/4, r² മൈനസ് πr²/4. അപ്പൊ നോക്കിക്കേ, ഇതിലെല്ലാം 4 ഡിനോമിനേറ്റർ സെയിം ആണ്. ഇവിടെ
4r² ആക്കി മാറ്റേണ്ട വരും. അപ്പോൾ ഇത് 4r²/4, ഇതും 4r²/4. അപ്പൊ എന്തോന്ന് നോക്കിയേ, πr² പ്ലസ് ഇത് 4r² മൈനസ് πr² പ്ലസ് 4r² മൈനസ് πr² വരും. ഹോൾ ഡിവൈഡ് ബൈ 4. 4 LC ആയിട്ട് എടുത്തു. അപ്പൊ നോക്കിക്കേ, πr² മൈനസ് πr² ക്യാൻസലായി, πr² മൈനസ് πr² ക്യാൻസലായി. ബാക്കി എന്തുണ്ട്, 4r² പ്ലസ് 4r², ദാറ്റ് ഈസ് 8r²/4. 8/4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2r² കിട്ടും. 2r². അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ഇവിടെ വെച്ച് അല്ലാതെയും ചെയ്യാം കേട്ടോ. πr²/4 ഇത് r² മൈനസ് πr²/4 അല്ലെ, ഈ πr²/4 πr²/4 അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. ഈ πr²/4 ഈ πr²/4 വെട്ടിക്കളയാൻ കാരണം ഇത് പ്ലസ് ഇത് മൈനസ്, ഇത് പ്ലസ് ഇത് മൈനസ്. അപ്പോൾ ബാക്കി r² പ്ലസ് r² 2r² ഡയറക്റ്റ് എഴുതിയാലും മതി. അപ്പൊ എന്തായാലും ഈ ബ്ലൂ പാർട്ടിന്റെ ഏരിയ നമുക്ക് 2r² എന്ന് കിട്ടി. ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 2r ആണ് വൺ സൈഡ്. ഇപ്പൊ 2r² എന്ന് വരും. 2r² എന്ന് പറയുന്നത് 4r². അപ്പൊ 4r² ആണ് സ്ക്വയറിന്റെ ഏരിയ. ഇത് 2r² ഉള്ളൂ. അപ്പൊ 2r² എന്നാൽ 4r²/2 അല്ലേ. അപ്പോ ഹാഫ് ഓഫ് 4r² എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി സ്ക്വയർ. അപ്പൊ സ്ക്വയറിന്റെ ഏരിയയുടെ പകുതിയാണ് ഏരിയ ഓഫ് ദി ബ്ലൂ പാർട്ട്. കിട്ടിയില്ലേ? ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ് ഏരിയ ഓഫ് ദി ബ്ലൂ റീജിയൻ. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 2r × 2r, 2r² ദാറ്റ് ഈസ് 4r² ആണ്. 4r²ന്റെ പകുതിയാണ് 2r². അപ്പൊ ബ്ലൂ റീജിയന്റെ ഏരിയ 2r² എന്ന് കിട്ടി. സ്ക്വയറിന്റെ ഏരിയ 4r² ആണ്. 4r²ന്റെ ഹാഫ് ആണ് ബ്ലൂ റീജിയന്റെ ഏരിയ. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ലാർജ് സ്ക്വയർ ആയതിന്റെ ഏരിയയുടെ ഹാഫ് ആണ്. അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു, നമ്മളത് പ്രൂവ് ചെയ്തു. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും തീർന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.